അദ്ദേഹം അതിവിടെയും ഒന്ന് ആവർത്തിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ മനുഷ്യജീവനുണ്ടായി. മനുഷ്യൻ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പ്രയാണമാണ്. കുട്ടികളും പെണ്ണുങ്ങളും സ്ത്രീകളും എല്ലാം അടങ്ങുന്ന ഒരു സംഘം യാത്ര ചെയ്യുമ്പോൾ അതിനകത്ത് മല്ലന്മാരായ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഭക്ഷണം തേടി ഉൾക്കാടുകളിലേക്കും അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി. അവരപ്പോൾ വലിയ സിംഹങ്ങളെയും പുലികളെയും എന്ന കല ഗ്രീക്ക് സാഹിത്യത്തിലോ ഗ്രീക്ക് സംസ്കാരത്തിലോ അത് ഉടലെടുത്തു. അദ്ദേഹം അതിന് ഓപ്പോസിറ്റ് നിന്ന് ഈ പറയുന്ന പൊരുൾ ഉണ്ടാക്കി. അതുപോലെ തന്നെയാണ് ഉന്നതനായി ആശംസകളും എല്ലാവർക്കും നൽകുന്നത്. നമസ്കാരം. പ്രൗഢഗംഭീരമായ ഈ മലയാള നാടകവേദിയുടെ പ്രകാശനം ചെയ്യുന്ന ബിജു കല്ലുമല രാഷ്ട്രീയത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു കിഴക്കൻ പ്രവിശ്യയിലെ നേതാവാവുകയും ഇന്നിപ്പോൾ സൗദി അറേബ്യയുടെ തന്നെ ദേശീയ അധ്യക്ഷനുമായ നാടകത്തെക്കുറിച്ചുള്ള അതിൻ്റെ ജന്മവും, അതായത് അതിൻ്റെ പിറവിയും അതിൻ്റെ അവലോകനവും ഒക്കെ ഇതിലേക്ക് മുമ്പുള്ളവരൊക്കെ നിങ്ങളോട് പങ്കുവച്ചു കഴിഞ്ഞു. അധികാരവും സ്വാതന്ത്ര്യവുമുണ്ട്. നമ്മുടെ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇവിടെ വളരെ കർശനമായ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ട്. അത്തരം സാഹചര്യങ്ങളെ കൂടി അവരിൽ കൂടി നമ്മൾക്ക് ഒരു അറിവിനെ കൊടുക്കുകയുമായി അറിവിലൂടെ നമ്മുടെ നാടിന്റെ പുരോഗമനത്തെ ഉണ്ടാക്കുക കൂടി ചെയ്യുന്ന ഒരു ധർമ്മമാണ് നാടകവേദി. അടുത്തതായി നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി നിരവധി ഗ്രന്ഥങ്ങൾ ചെയർമാൻ ജേക്കബ് ഉതുപ്പ്, ഇതിന്റെ പ്രസിഡന്റ് ഷാജി മതിലകം, കൺവീനർ നൗഷാദ്. ഞാൻ സ്വാഗത ഭാഷണം കേൾക്കുമ്പോൾ അത്ഭുതപ്പെടുത്തത് നൗഷാദ് മനോഹരമായി ഇവിടെയുള്ള നമ്മുടെ ഷിഹാബ് കൊയിലാണ്ടി തൊട്ട് ബിജു കല്ലുമല, ഷഹന, സിന്ധു ടീച്ചർ ചെയ്യുകയും അദ്ദേഹം വിട്ടുപോയ പേരുകൾ പറഞ്ഞെന്ന് നിങ്ങളോട് പറയുകയും ചെയ്തുകൊണ്ട് ആരംഭിക്കട്ടെ. 10-21 വർഷമായി ഞാൻ ഈ ദമാമിൽ ഒരു യഥാർത്ഥ നാടക പോലും ഞാൻ പ്രിപ്പയർ അല്ല മുഖ്യ പ്രഭാഷണത്തിന് വിളിക്കുന്നത്. വളരെ സന്തോഷം. എല്ലാവരുടെയും അനുമതിയോടുകൂടി മലയാള നാടകവേദിയുടെ ലോഗോ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. സംസാരിക്കാൻ എളിയ തുടക്കമാണിത്. ദമാമിലെ രംഗത്തെ എല്ലാ പ്രമുഖ വ്യക്തിത്വങ്ങളുമുള്ള ഒരു സദസ്സ് ഗംഭീരമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ ആശംസിക്കുകയാണ്. മൻസൂരിജിയൊക്കെ പറഞ്ഞതുമാതിരി ജേക്കബച്ചായൻ തൊട്ട് പറഞ്ഞ നാടകത്തിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. നാടകം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ കേരളത്തിന് നമുക്ക് തുടക്കം കുറിക്കുവാനും ഏറ്റവും വലിയ മാറ്റങ്ങൾക്ക് തുടക്കക്കാരായി മാറിയതുമൊക്കെ കേരളത്തിലെ നാടക സമിതി കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന പല മാറ്റങ്ങളും ഉണ്ടാകുന്ന സ്ഥലമാണ് ഓച്ചറ. ഓച്ചറയിലെ സത്രമാണ് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട മഹേഷിന്റെ ബ്രദർ മരിച്ചുപോയി. മഹേഷ് വലിയ നാടക സംഘടന, കഥാപ്രസംഗവും നാടകവും ഒക്കെ മലയാളിയുടെ ഗൃഹാതുരത്ത ഓർമ്മകളാണ് എന്നൊരു സംശയമുണ്ട്. ഞാൻ ഇപ്പൊ അടുത്ത കാലത്ത് നാട്ടിൽ കാണുന്നത് വീണ്ടും നാടക സംബന്ധം, പക്ഷെ നാടകത്തിന് ചില മാറ്റങ്ങളൊക്കെ വന്ന് നാടകം നൃത്തസംഗീതമൊക്കെ ആവുമ്പോൾ ഒരുമിച്ച് കൂടുവാനും നാടകത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും കഴിയുന്ന നീക്കിയാണ് നമുക്ക് വളരെ മുന്നോട്ട് പോകണം. ഞങ്ങളുടെ ഒക്കെ പിന്തുണ നിങ്ങളോടൊപ്പം ഉണ്ടാകും. പല നല്ല നാടകങ്ങളും കണ്ടവരാണ് ദമാമിലെ മലയാളി. ഇവിടുത്തെ പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ുള്ള ആളുകളെ വീട്ടിപ്പെട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം ബ്രാഹ്മണ സമൂഹത്തിന് വലിയ ബോധാരത്തെ തുടക്കം കുറിച്ചെന്ന് പറയുന്നവർ ഇവിടുത്തെ എത്രയോ വീട്ടമ്മമാരെ സാധാരണക്കാരായ ആളുകൾ കൂടുകയും അതിനെ
അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. നേരത്തെ ഇവിടെ പലരും പറഞ്ഞതുപോലെ കേരളത്തിന്റെ സാമൂഹ്യ അവസ്ഥയിൽ വലിയ മാറ്റം. ശ്രീ ഷാജി മണ്ഡലകം, ചെയർമാൻ പ്രിയപ്പെട്ട പുതുപ്പച്ചായൻ, ഇത് തന്നെ ഒരു നാടകശാലയാണ്. നാം എല്ലാം അതിലെ നടീനടന്മാരും എന്ന് പറഞ്ഞത് തന്നെ നമ്മുടെ ജീവിതവും മനുഷ്യരും നാടകവുമായുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് എല്ലാം സ്നേഹിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാർ ഒത്തുചേരുന്ന ഈ വേദിയിൽ സമൂഹത്തോട് ചോദിക്കാനുള്ളതും അതിന് ഉത്തരം കിട്ടേണ്ടതുമായ എല്ലാ കാര്യങ്ങളെയും പറയുവാനുള്ളൊരു വേദിയായി കണ്ട് നാടകത്തെ ഏറ്റവും മനോഹരമായി ജനങ്ങളിലേക്ക് എത്തുവാനും ഹൃദയസ്പർശിയായി മനസ്സുകളെ സ്പർശിക്കുന്ന നാടകങ്ങളിലൂടെ ജനമനസ്സുകൾ കീഴടക്കുവാനും മലയാള നാടകവേദിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. നവയുഗം കേന്ദ്ര കലാവാദി സെക്രട്ടറിയുമായ ശ്രീ ബിനു കുഞ്ഞിലക്ഷ്മി. നാടകത്തോട് അത്രയ്ക്ക് ഇഷ്ടവുമുണ്ട്. നാട്ടിൽ നിന്ന് നമ്മൾ അമ്പലങ്ങളിലൊക്കെ നാടകം കണ്ട് ഓടി നടന്ന ഒരു കാലത്ത് നിന്നും തിരിച്ച് ഇവിടെ പ്രവാസിയെ വന്നപ്പോഴും അതൊക്കെ നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ദമാം നാടകവേദി എന്ന പ്രസ്ഥാനത്തിലൂടെ നാടകങ്ങൾ വീണ്ടും കാണുവാൻ അവസരമുണ്ടായത്. അന്തം വിട്ടു നിന്ന ചില നിമിഷങ്ങളാണ്. മാമിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. കാരണം നാടകവുമായി ഇപ്പോൾ കൊല്ലം ജില്ലക്കാരുടെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു പറ്റിയൊരു വേദി എന്ന് പറയുന്നത് നാടകമാണ്. നാടകത്തിന്റെ റിഹേഴ്സൽ ക്യാമ്പുകളിൽ ഒരുപാട് അപ്പൊ കുട്ടികളെ കഴിവുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ ഈ ആശംസിച്ചുകൊണ്ട് അവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു കാലത്ത് ഏകദേശം കുറേ വർഷങ്ങൾ ഇവിടെ നാടകം അങ്ങനെ സംസാരിക്കുന്ന പോലുമില്ല. ഞാനും മനുഷ്യാദും കൂടെ റൂമിലിരുന്നൊരു നാടകം എഴുതി. നാടകത്തോട് അത്ര ഇഷ്ടം, അടങ്ങാത്തൊരു ആവേശം. നാടകം എഴുതി. നാടകം മൂന്നാമതൊരാളിനെ വയലും കൂടെ വിളിച്ചിരുത്തി, ഇതുപോലെ വിചാരണം ചാലമൊക്കെ ഇരിക്കുന്ന പോലെ ഇരുത്തി, ഈ തെയ്യം തീരുന്നവരെ അവിടെ ഇരുത്തി ഇതിനെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ അവരോട് അറബിയിൽ പറഞ്ഞു മനസ്സിലാക്കി. അവരിലൊന്നും പെടാതെ ഇതൊരു സംഘടനയായി നാടകം കളിക്കുമില്ലെന്നൊക്കെ വിടുക. ഞാൻ പറയുന്നത് നാടകക്കാർക്ക് അല്ലെങ്കിൽ കലാകാരന്മാർക്ക് ഒരു സഹായം കൊടുക്കാൻ പറ്റുന്ന ഒരു കൂട്ടായ്മയായി വളരട്ടെ എന്ന് മാത്രം. അതിന് എല്ലാവിധ സപ്പോർട്ടുമായി നമ്മളൊപ്പം ഉണ്ടാകും എന്ന് മാത്രം നിർത്തുന്നു. നിമിഷമാണ് ഇവിടെ പ്രസംഗിച്ചവരൊക്കെ ഞാൻ ആകെ ഇവിടെ സൗദിയിൽ 2 നാടകത്തിന്റെ ഭാഗമായാണ് ആയിട്ടുള്ളത്. 2 പ്രധാന കഥാപാത്രങ്ങൾ ബിജുമാഷ് എന്നെ ഏൽപ്പിച്ചു, ട്രെയിൻ ചെയ്തു. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പം ഈ മോളിലേക്ക് കയറി നിന്ന ഒരു കൂട്ടമുണ്ട്. ആ കൂട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചും അതേസമയം തെറ്റുമ്പോൾ പറഞ്ഞു തന്നും ഒക്കെ ചെയ്ത് ഒരുമിച്ച് പ്രായമൊന്നും നോക്കാതെ ഞങ്ങൾ ആ സ്നേഹത്തെ പരസ്പരം ഹഗ് ചെയ്യാറുണ്ട്. ആ ഒരു നിമിഷമൊക്കെ ഇനി ഉണ്ടാകാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ഈ മലയാള നാടകവേദിയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അമേച്ചർ നാടകങ്ങളും പ്രൊഫഷണൽ നാടകങ്ങളല്ലാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പുകളും പച്ചയമ്പ അതേ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പുകളും വരുന്ന നാടകങ്ങളെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോസും ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവരൊക്കെ അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ അയച്ചു തരികയൊക്കെ കാണുമ്പോൾ എനിക്കൊക്കെ നാട്ടിൽ മിസ് ചെയ്ത കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും.